ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ നെയിൽ കണ്ടോ നിങ്ങൾ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. രണ്ട് നഖമില്ലാത്തത് കണ്ടോ? അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതങ്ങ് വെട്ടിക്കളയാം, ഇത് രണ്ടും മാത്രമായിട്ട് നിർത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാനങ്ങ് വെട്ടാൻ പോയത്. ഇത് വെട്ടുന്നതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ പെട്ടെന്ന് നഖം വളർത്താം എന്ന് കാണിച്ചു തരാൻ പോവാണ്. അതിന് പ്രത്യേകിച്ച് വലിയ ടിപ്സൊന്നുമില്ല, നമ്മുടെ വീട്ടിലത്തെ തന്നെ കാര്യങ്ങളുണ്ട്, നമുക്ക് പെട്ടെന്ന് നഖം വളർത്തിയെടുക്കാൻ പറ്റും. വെറും ഒരു 1 വീക്ക് മതി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും ചെയ്താൽ വെറും 1 വീക്ക് തന്നെ മതി. അപ്പോൾ ഗായ്സ്, എനിക്ക് നല്ല സങ്കടമുണ്ട്, എനിക്ക് നഖം പോയേന് കണ്ടോ. അപ്പോൾ ഗായ്സ്, ഞാനത് പെട്ടെന്ന് തന്നെ ഷേപ്പാക്കി എടുത്തു. പക്ഷേ എൻ്റെ തള്ളവലിലെ നഖം മാത്രം ഞാൻ വെട്ടത്തില്ല, എനിക്കത് വെട്ടുന്ന ഇഷ്ടമല്ല ഗായ്സ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് എണ്ണ എടുക്കുക നമ്മുടെ കയ്യിൽ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കയ്യിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നല്ലോണം ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പുണ്ടല്ലോ, ഉപ്പാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിങ്ങനെ അതേപോലെ ഇങ്ങനെ റബ്ബ് ചെയ്ത് തന്നെ കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ തന്നെ അങ്ങ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിരലിലും ഒക്കെ കൂടെ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ വിരലിൽ ഭയങ്കര നല്ല സ്മൂത്ത് ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഞാനിത് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മളെ നെയിൽ കട്ടർ എടുത്തിട്ട് അതിൻ്റെ ആ സാധനം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കുക. എല്ലാ നെയിലിലും അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് നഖം വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വെള്ളമാണ്. ആ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ കൈ ഇതിനകത്തോട്ട് കുറച്ച് ടൈം ഒന്ന് മുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അത് വെള്ളം എന്ന് പറയുമ്പോൾ നല്ല ചൂട് വെള്ളം തന്നെ വേണം. ചൂട് വെള്ളത്തിൽ വേണം ഈ കൈ നമ്മൾ മുക്കി വെക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു 15 മിനിറ്റ് തന്നെ നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഗൈസ്, ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞ് അതെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, കറക്റ്റ് 15 മിനിറ്റ് തന്നെ നമ്മളിത് വെക്കണം. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു വെളുത്തുള്ളിയാണ് വേണ്ടത്. അപ്പോൾ ആ വെളുത്തുള്ളി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ കയ്യിലിങ്ങനെ റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ നഖത്തിൻ്റെ ഇടക്കോട്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ റബ്ബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ തന്നെ നമ്മൾ 15 മിനിറ്റ് അങ്ങനെ തന്നെ നമ്മൾ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഗായ്സ്, 15 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാൻ എന്നിട്ട് ഇതങ്ങ് എടുത്തും കളഞ്ഞേക്കണം. അടുത്തതായിട്ട് നമ്മൾ വീണ്ടും കുറച്ച് ചൂടുവെള്ളമാണ് എടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് നേരം കൈ ഇങ്ങനെ മുക്കി ഇങ്ങനെ വെക്കണം. അതുപോലെ കുറച്ച് ടൈം ഇങ്ങനെ വെക്കണം. അപ്പോൾ ഗായ്സ്, കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. ഇതിൻ്റെ കൈയൊക്കെ ഇങ്ങനെ നല്ല രീതിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ നമ്മുടെ നെയിൽ കട്ടിൻ്റെ ആ സാധനം എടുത്ത് നമ്മൾ അതുപോലെ ഒന്നുകൂടെ നമ്മളങ്ങനെ നെയിലിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം നമ്മളങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഗായ്സ്, ഇപ്പോൾ എൻ്റെ നെയിലൊക്കെ കണ്ടോ, കുറച്ച് വൃത്തിയായതുപോലൊക്കെ തോന്നുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളതൊരു 1 വീക്ക് കണ്ടിന്യൂസ്ലി ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് എങ്ങനെ നഖം വളർന്നോ അതോ വളർന്നില്ലേ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.